ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ കുറച്ച് സെന്റൻസുകൾ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചു, ഞാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വരികയാണ്, ഞാൻ വാതിൽ തുറക്കാം, സുമി വാതിൽ തുറന്നു. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ്. അപ്പം ഇത് സെന്റൻസ് അല്ല ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെന്റൻസുകളിൽ വേർഡ്സുകൾ ഞാൻ നിങ്ങൾക്ക് വർക്കായിട്ട് തരാണ്. അപ്പം അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഓപ്ഷൻസ് തരാം. അപ്പോൾ ഞാൻ കഴിച്ചു. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കയറി വരികയാണ്. ആ സമയത്ത് നമ്മൾ എന്താ പറയാറ്? വരൂ ഭക്ഷണം കഴിക്കാം എന്ന് പറയും. ആ ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ ആ വരുന്ന ആള് മേ ബി കഴിച്ചു വരുന്ന ആളായിരിക്കും. അപ്പോൾ അവർ നമ്മോട് എന്താ പറയുക? ഞാൻ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയാറ്. അപ്പോൾ ഞാൻ കഴിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഐ ഏറ്റ്, അല്ലേ? പാസ്റ്റ് ആണല്ലോ പറയുന്നത്. സോ നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? ഐ ഏറ്റ് എന്ന് പറയും. ഞാനിവിടെ സെന്റൻസ് പറഞ്ഞു കേട്ടോ. ഇനി ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഐ ഏറ്റ്, ഇങ്ങനെ പറയാം. ഐ ഏറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ, എന്നും നമ്മൾ പറയാറുണ്ട്, അല്ലേ? ആ ഓൺ ദി സ്പോട്ടിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? ഇതൊരു സെന്റൻസ് ആണ്, ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഐ കഴിച്ചിട്ടുണ്ട്, ഐ ഹാവ്. ഇനി നമ്മൾ ഇവിടെ വേറെ എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ കമന്റിൽ അറിയിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ഓപ്ഷൻസ് തരാം. ഇവിടെ നമ്മൾ ഏറ്റു പറഞ്ഞു, ഈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈറ്റൺ. ഇതിൽ ഏതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കാം. അതായത് ഞാൻ കഴിച്ചു എന്ന് പറയാനേ ഐ എറ്റ് നമ്മൾ യൂസ് ചെയ്തു. ഇനി ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇതിനു വേണ്ടിയിട്ട് ഐ ഹാവ് ഡേഷ്. ഈറ്റ് എന്ന് പറയാൻ പറ്റുമോ, ഈറ്റൺ എന്ന് പറയാൻ പറ്റുമോ, അത് നിങ്ങൾ ചെയ്യുക, കമന്റിൽ അറിയിക്കുക. ഓക്കെ. നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വരികയാണ്. ഇത് രണ്ട് രീതിയിലും മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്, അല്ലെ? ഞാൻ വരുന്നുണ്ട്, ഞാൻ വരികയാണ്. ഈ രണ്ടിനും നമ്മൾ ഒരേ വേർഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പൊ എന്താണ് അത് നമ്മൾ പറയേണ്ടത്? ഇപ്പോ നമ്മളെ വിളിച്ച ആള് ഇങ്ങനെ പറയണം, ഞാൻ വരുന്നുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വരികയാണ്, ഇത് പറയാൻ വേണ്ടിയിട്ട് ആണ് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ആം എന്ന് യൂസ് ചെയ്തു. ഞാനാണ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിവിടെ വരികയാണ് അല്ലെങ്കിൽ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? കം അല്ലെങ്കിൽ കംസ് അല്ലെങ്കിൽ കമ്മിങ്. ഏതാണ് യൂസ് ചെയ്യുക? കം, കംസ്, കമ്മിങ്. ഇതിലേതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കമന്റിൽ അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഞാൻ വാതിൽ തുറക്കാം. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നിട്ട് ഡോർ തുറക്കുകയാണ്. ആ സമയത്ത് നമ്മളെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഡോർ തുറന്നിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ പറയാണ്, ഞാൻ വാതിൽ തുറക്കാം, ഞാൻ വാതിൽ തുറക്കാം എന്നെങ്ങനെ പറയാം? ഓപ്പൺ, അല്ലേ? തുറക്കുക, ഓപ്പൺ. ഓപ്പൺ ദ ഡോർ. ഞാൻ വാതിൽ തുറക്കാം. ഇവിടെ എന്താ നമുക്ക് വേണ്ടത്? ഈസ് ഉണ്ട്, അതുപോലെ വേറുണ്ട്, വില്ലുണ്ട്. ഞാൻ വാതിൽ തുറക്കാം എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ കമന്റിൽ അറിയിക്കാം കേട്ടോ. ഇനി സുമി വാതിൽ തുറന്നു. ഇവിടെ കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയുന്നത്. സുമി വാതിൽ തുറന്നു. എങ്ങനെ പറയാം? സുമി വാതിൽ തുറന്നു എന്നല്ലേ? അപ്പോഴ് സുമിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ പാസ്റ്റിലാണ് പറയുന്നത്. തുറന്നു എന്ന് പറയുമ്പം സുമി ഡേഷ്, സുമി ഡേഷ് ദ ഡോർ. വാതിലാണ് തുറന്നത്. അപ്പം ദ ഡോർ, വാതിൽ തുറന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കോ. ഇങ്ങനത്തെ ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഞാൻ കഴിച്ചു, ഐ ഏറ്റ്. ഇനി ഞാൻ കഴിച്ചിട്ടുണ്ട്, ഐ ഹാവ് ഡേഷ്ഡ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വരികയാണ്. കം ആണോ, കംസ് ആണോ, കമ്മിങ് ആണോ? ഈസാറാൻ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? സിമ്പിൾ ആണ്, അല്ലേ?
ഞാൻ വാതിൽ തുറക്കാം. ഐ ഡേഷ് ഓപ്പൺ ദ ഡോർ. ഈസാണോ വേറാണോ ബില്ലാണോ? സുമി വാതിൽ തുറന്നു. സുമി ഡേഷ് ദ ഡോർ. ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് തുറക്കുക എന്നുള്ളതിന് ഓപ്പൺ ആണല്ലോ അല്ലേ? ഓപ്പൺ, അതുപോലെ തന്നെ ഓപ്പൺ, 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 ഓപ്പണിങ്. ഓക്കെ, അപ്പൊ ഇതില് ഓപ്പൺ എന്നാണോ ഓപ്പൺ എന്നാണോ ഓപ്പണിങ് എന്നാണോ ഇവിടെ യൂസ് ചെയ്യേണ്ടത്? അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. പിന്നെ ഇത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ ഹാവ് ഹാസ് വരുന്ന സമയത്ത് നമ്മൾ വെർബ് V3 ഫോമിലായിരിക്കണം. ഇതാണല്ലോ കറക്റ്റ്. ഈറ്റൺ എന്നാണല്ലേ, ഈറ്റൺ. അപ്പോൾ ഈ ഈറ്റിന് പകരം നമുക്ക് എന്തും യൂസ് ചെയ്യാൻ പറ്റും? ഹാഡ് എന്നും യൂസ് ചെയ്യാം അല്ലേ? ഈറ്റിന് പകരം നമുക്ക് അവിടെ ഹാഡ് എന്നും യൂസ് ചെയ്യാം. അപ്പൊ ഇത് കറക്റ്റായി. നെക്സ്റ്റ്, ഞാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വരികയാണ്. ആണ് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഐൻ്റെ കൂടെ ആം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിവിടെ വെർബ് ING ഫോമിലായിരിക്കണം. അപ്പം കമ്മിങ്, കമ്മിങ്. ഇനി ഞാൻ വാതിൽ തുറക്കാം അല്ലെങ്കിൽ ഞാൻ വാതിൽ തുറക്കും എന്നൊക്കെ പറയുന്നതിന് നമ്മളിവിടെ ഐൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് വില്ലാണ് അല്ലേ? വിൽ. ഐ വിൽ ഓപ്പൺ ദ ഡോർ. ഇനി സുമി വാതിൽ തുറന്നു. ഇത് നിങ്ങൾ ചെയ്യാട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകളാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റൻസിൻ്റെ ആൻസറും ഒന്ന് കമൻറ്റ് ചെയ്യുക. സുമി ഡേഷ് ദ ഡോർ. ഓപ്പൺ, ഓപ്പൺ, ഓപ്പണിങ്. സുമി വാതിൽ തുറന്നു എന്നുള്ള പാസ്റ്റാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഈ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരികയുള്ളൂ കേട്ടോ. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൂടി വെക്കുക. അപ്പോൾ ഈ ഒരു ആൻസർ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.